18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വായ തുറന്നാൽ കളവ് മാത്രം പുലമ്പുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞകാല സംഭവങ്ങളെക്കുറിച്ച് മറവി രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചു. ആരും അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയി കഴിഞ്ഞാൽ അത് കേരളത്തിൽ സ്വന്തം ഗവൺമെന്റിന്റെ 7.5 കൊല്ലക്കാലത്തെ ഒരു ഭരണ നേട്ടവും പറയാനില്ലാത്തത് കൊണ്ട് അതേസമയം ഈ ഗവൺമെന്റിന്റെ കൊള്ളതായ്മകളും കൊള്ളകളെയും കുറിച്ച് ദിനംപ്രതി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വൻ അഴിമതിയും കൊള്ളയും നടത്തിയ പിണറായി സർക്കാരിനെതിരെ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത, KSRTCയിലെ പെൻഷനും ശമ്പളവും കൊടുക്കാൻ കഴിയാത്ത, ഈ രാജ്യത്തെ പാവപ്പെട്ട ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 9 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയ, എന്തിനേറെ പറയുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ പോലും സമയത്തിന് കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മാത്രം. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, സ്പ്രിംഗ്ലർ അഴിമതി, അവസാനം കരിമണലിൻ്റെ പേരിൽ നടത്തിയ കൊള്ള, ഇങ്ങനെ സമസ്ത മേഖലകളിലും അഴിമതിയും കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയ ഒരു സർക്കാർ. കേരളിൻ്റെ മറവിൽ നടത്തിയ കൊള്ളകൾ വേറെ, കേരളയിൽ നിന്ന് നടക്കാത്ത സ്വപ്നത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്നത് വേറെ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ പിണറായി പറയുന്നത് CAA നിലപാട്, CAAയിൽ കോൺഗ്രസ് നിലപാടെന്ന്. നിങ്ങൾ ആരോടായി ചോദിക്കുന്നത്? സുഹൃത്തെ, നിങ്ങൾ എന്തൊക്കെയാണ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പറയുന്നു കേരളത്തിൽ സിറ്റിസൺ അമെൻമെന്റ് ആക്ട് നടപ്പിലാക്കാൻ എൻ്റെ സർക്കാർ തയ്യാറല്ല. എന്താ, കേരളം ഒരു പ്രത്യേക രാഷ്ട്രമാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണത്തെക്കുറിച്ച് അറിയാത്ത ഒരു വിഡ്ഢിയാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അങ്ങ് കോളേജിലൊക്കെ പഠിച്ചു എന്നതിൽ അവകാശപ്പെടുന്നത്. അപ്പോൾ സാമാന്യ ബോധം പോലും ഇതിനെക്കുറിച്ച് താങ്കൾക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരു സർക്കാരിൻ്റെ, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യം, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കേരള ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ പൗരത്വത്തെക്കുറിച്ചും ആ രാജ്യത്തെ കറൻസി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്, രാജ്യസുരക്ഷയെക്കുറിച്ച് ഇതൊക്കെ തീരുമാനമെടുക്കാൻ അത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളല്ല. അവിടെ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ സിറ്റിസൺ അമെൻമെന്റ് ആക്ടിന്റെ അത് നടപ്പിലാക്കാനും പൗരത്വം നിഷേധിക്കാനും അല്ലെങ്കിൽ പൗരത്വം നൽകാനുമുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് എന്ന് അറിയാത്തത് കൊണ്ടാണോ അതോ അറിവില്ലായ്മ നടിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും ഇദ്ദേഹം ദിനംപ്രതി പുലമ്പിക്കൊണ്ടിരിക്കുന്നു. സമസ്തയുടെ പേരൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ അതിൽ കയറിക്കൂടിയിട്ടുണ്ട്. ജെഫ്രി മുത്തക്കോയത്തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും അതുപോലെ തന്നെ MT ഉസ്താദൊക്കെ നേതൃത്വം കൊടുക്കുന്ന സമസ്തയെ പോലെ വലിയൊരു പ്രസ്ഥാനം, മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ ഈ ഞാനൂരുകളൊന്നും വേണ്ട അതിൻ്റെ അഭിപ്രായം പറയാൻ എന്നാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പാണക്കാട് തങ്ങന്മാരിലെത്തുന്നത് സമസ്തയാണ്. അപ്പോൾ സമസ്തയെ ഒന്ന് കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് എത്ര വർഷങ്ങളായി അവർക്കറിയാം പിണറായി വിജയൻ ആരാണെന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം എന്താണെന്നും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു എന്താണ് അവരുദ്ദേശിക്കുന്നത്, ആ ദുഷ്ടലാക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിനാണ് സമസ്തയുടെ നേതാക്കന്മാർ. ഇപ്പോൾ അവരുടെ പേരും പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ടിറങ്ങുന്നത്. സ്വന്തം ഭരണനേട്ടങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ല. അതേസമയത്ത് ഭരണക്കോട്ടകൾ രാജ്യം മുഴുവൻ ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലാണ് പിണറായി വിജയൻ CAAയുമായി ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് കോൺഗ്രസിനോട് ചോദിക്കണേ, രാഹുൽ ഗാന്ധി എവിടെയാണ് എതിർത്തത്? എടോ ചങ്ങാതി, 2019 ഈ നിയമനിർമ്മാണം തുടങ്ങിയ അന്ന് തൊട്ട് ഇതിനെതിരെ ആദ്യമായി ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിനുവേണ്ടി തുണിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 2019 ഡൽഹിയിൽ നടന്ന ജനാക്രോശ് റാലിയിൽ പങ്കെടുത്ത ഒരു KPCC മെമ്പറാണ് ഞാൻ. ആ ജനാക്രോശ് റാലി നടന്ന തൊട്ടടുത്ത ദിവസം രാത്രി ജാമിയ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് അവിടെ തടങ്കലിൽ വെച്ചു ഡൽഹി പോലീസ്. അത് ഈ CAA നിയമത്തിനെതിരായി പൗരത്വ ബില്ലിനെതിരെ പോരാട്ടം നടത്തിയതിൻ്റെ പേരിൽ അവിടെ രാത്രിക്ക് രാത്രി അവിടെ പഠിക്കുന്ന, അവിടെ രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ്റെ യൂത്ത് ബ്രിഗേഡിൽപ്പെട്ട ആളുകൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെല്ലുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് PB ശ്രീനിവാസനെ വിളിച്ചു വരുത്തുന്നു. നദീം ജാവേദ് എന്ന് പറയുന്ന അന്നത്തെ മൈനോറിറ്റി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ വിളിച്ചു വരുത്തുന്നു. രമ്യ ഹരിദാസ് അവിടെ കടന്നു വരുന്നു, MP.
അങ്ങനെ നിരവധി നേതാക്കന്മാർ അവിടെ വന്നു. രാത്രിക്ക് രാമനും വന്നു. അവിടെ ആ കുട്ടികൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച് ആ ഡൽഹി പോലീസിന്റെ ജാമ്യ മില്ലിയ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഈ ഉപരോധം ഏർപ്പെടുത്തി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവിടെ കടന്നു വന്ന നേതാവിന്റെ പേര് വൃന്ദ കാരാട്ട് എന്നല്ല. അവിടെ കടന്നു വന്ന പാർട്ടി, അവരുടെ പാർട്ടി വന്ന നേതാവിന്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ മഹത്തായ പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ കടന്നു വന്നത്. അവിടെ കടന്നു വന്ന് അവരവിടെ ആവശ്യപ്പെട്ടു. ഒരു നിലക്കും അവർ വിടാൻ തയ്യാറായില്ല. അവിടെ കുത്തിയിരുന്ന അവസാനം 60 കുട്ടികളെ പിടിച്ചു വെച്ചവരെ മോചിപ്പിച്ചിട്ടാണ് പ്രിയങ്ക ഗാന്ധി പുലർക്കാലത്ത് ഞങ്ങളോടൊപ്പം ആ വേദി വിടുന്നത്, ആ സമര വേദിയിൽ നിന്ന് പോകുന്നത്. അവിടെ തുടങ്ങിയ സമരമാണ്. അടുത്ത ദിവസം ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ, ആ ബോട്ട് ക്ലബ് മൈതാനത്ത് ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇന്ത്യയിലെ പ്രമുഖ നേതാക്കന്മാർ AK ആന്റണി, ഗുലാം നബി ആസാദ്, ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരുമായി വരുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെ നേതാക്കന്മാർ വന്ന് അവിടെ ഇരുന്ന് അവിടെ സമരം ആളിക്കത്താൻ തുടങ്ങി. ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവര് പറഞ്ഞു പ്രമേയം പാസാക്കിയത് ഞങ്ങളാദ്യം. കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്, കേരളത്തിലെ അസംബ്ലിയിൽ നമുക്ക് സംയുക്തമായി പ്രമേയം പാസാക്കണം. അത് രാജഗോപാൽ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും അതിന് തയ്യാറാണ്. ആ പ്രമേയം അവതരിപ്പിച്ചതാരാ? ആ പ്രമേയം കൊണ്ടുവരുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. ആ നിയമസഭാ രേഖകൾ എടുത്തു നോക്കിയാൽ പിണറായിക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അൽഷിമേഴ്സ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, മറവി രോഗമുണ്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ നിയമസഭയുടെ ആ ഒരു നടപടിക്രമം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ. യോജിച്ച പ്രക്ഷോഭം എന്ന് മുന്നോട്ട് വെച്ചത് കോൺഗ്രസിലെ നേതാക്കന്മാരാണ്. ആ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് വേറിട്ട് പോയതാരാ? CPM. എന്നിട്ട് അതിന്റെ കാലം നമ്മൾ തന്നെ എന്ന് പറഞ്ഞ് 8 കാലി മുമ്പ് നിലപാടുമായി പോകാൻ ശ്രമിച്ചു. പക്ഷേ കോൺഗ്രസും UDF സമരം അവസാനിപ്പിച്ചില്ല. ഇന്ത്യൻ പാർലമെന്റിൽ കനലൊരു തരി ആരാണ്? ആരിഫ്. മര്യാദയ്ക്ക് ഇന്ന് വരുന്ന പ്രസംഗം ആരിഫ് എന്ന് പറയുന്ന CPMന്റെ ആലപ്പുഴയിലെ MP ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പ്രസംഗം തെറ്റില്ലാതെ അക്ഷരസ്ഫുടതയോടുകൂടി, അല്ലെങ്കിൽ വ്യാകരണ പ്രസംഗം ഒന്നും വേണ്ട, മര്യാദക്ക് മനുഷ്യന് മനസ്സിലാക്കി പ്രസംഗിച്ച ഒരു പ്രസംഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ബബ്ബ പഠിച്ചു നിൽക്കുന്ന ആരിഫ്. അതേ സമയത്ത് നിങ്ങൾ നോക്കണം, രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സോണിയാഗാന്ധി പരസ്യമായി നിന്നുകൊണ്ട് അവിടെ വെല്ലുവിളിക്കുന്നു മോഡിയെ ഈ CAയുടെ പേരിൽ. അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ ഞങ്ങൾ തരാം, ഞങ്ങളിത് വീഡിയോ തരാം. വെറുതെ ബഡായി പറയില്ല പിണറായി വിജയനെ പോലെ. കപിൽ സിബല് വെല്ലുവിളിച്ചുകൊണ്ട് നിയമത്തിന്റെ ആ ഒരു സപ്പോർട്ടോടുകൂടി സംസാരിക്കുന്നു. മുൻ ആഭ്യന്തരമന്ത്രി P ചിദംബരം, മനീഷ് തിവാരി, അതുപോലെ തന്നെ തരുൺ ഗൊഗോയ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ചുണക്കുട്ടന്മാർ, അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ബില്ലിനെതിരെ ശക്തമായി പ്രസംഗിച്ചിട്ടുണ്ട്, ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കിയാണ് പ്രതികരിച്ചത്. ആ പ്രതികരണം കഴിഞ്ഞ് വോട്ടെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. കാരണം ഈ നിയമം പാസാക്കാനുള്ള ഭൂരിപക്ഷം BJPക്കുണ്ടെങ്കിലും ഈ നിയമം പാസാക്കുന്ന ഈ സഭയിൽ ആ നിയമം പാസാക്കുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് ബോയ്ക്കോട്ട് ചെയ്ത് ബഹിഷ്കരിച്ചിറങ്ങി പോകുന്നതാണ് കോൺഗ്രസ് ചെയ്ത്. എന്നിട്ട് നിങ്ങൾ പറയാ ഞങ്ങൾ വോട്ട് ചെയ്ത് കൊടുത്തു. പാർലമെന്റിൽ രേഖകൾ എടുത്ത് പരിശോധിച്ച് നോക്കണം. ഇന്ത്യ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും, ഇന്ത്യയിലെ പഞ്ചാബിൽ, ഇന്ത്യയിൽ രാജസ്ഥാനിൽ, ഇന്ത്യയിൽ കർണാടകയിൽ, ഇവിടെയൊക്കെ പ്രമേയം പാസാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. ഞാനിതാ ഈ വീഡിയോക്കകത്ത് ഇതിനോടൊപ്പം തന്നെ ഞാനൊരു വീഡിയോ കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇതേ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഞാനൊരു വീഡിയോ കൂടി പങ്കുവെക്കുന്നുണ്ട്. ആ വീഡിയോ കാണുക. അത് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് നടത്തിയ പോരാട്ടങ്ങളാണ് പൗരത്വ നിയമത്തിനെതിരെ, പൗരത്വ ബില്ലിനെതിരെ. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യ രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 4008 കിലോമീറ്റർ സഞ്ചരിച്ച്, ഇപ്പോൾ അതിനുശേഷം മണിപ്പൂരിന്റെ മണ്ണിൽ നിന്ന് മഹാരാഷ്ട്ര വരെ 6000 ചില കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇങ്ങനെ പദയാത്രയായും വാഹനയാത്രയായും പദയാത്രകളായി യാത്രകളായി നടത്തി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രസംഗിച്ച് നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തി. അതിന്റെ പേരിൽ സ്വന്തം പ്രാതിനിധ്യം പോലും, ലോക്സഭയിലെ അംഗത്വം പോലും നിഷേധിക്കപ്പെട്ട നിയമ നടപടികൾക്ക് പോലും വിധേയമായ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളെ നയിക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണി നയിക്കുന്നത്. ആ ഇന്ത്യ മുന്നണി ഈ കേരളം കടന്നാൽ, വാളയാറിന്റെ ചുരം കടന്നാൽ, നമ്മുടെ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് കടന്നാൽ CPM എന്ന് പറയുന്ന പാർട്ടി 45 സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഔദാര്യത്തിലാണ് മത്സരിക്കുന്നത്. അതുപോലും തിരിച്ചറിയാത്ത നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സഹതപിക്കാനേ കഴിയുള്ളൂ. ഞങ്ങളൊരു കാര്യം പറയാം,
ഈ പൗരത്വ ഭേദഗതിയും ഈ CAA മാത്രം പുറത്തിട്ട് അത് മാത്രം കാണിച്ച് ആ ഉമ്മാക്കി മാത്രം കാണിച്ച് ഇതിൻ്റെയൊക്കെ ആൾ ഞങ്ങളാണ് തടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട. നിങ്ങളുടെ പോരാട്ടം ഞങ്ങൾക്കറിയാം. ഈരാമ്പേച്ചിയും മരപ്പട്ടിയും ഒന്നും ചിഹ്നമാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് എന്ന് വായ തുറന്നപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞ AK ബാലനെ കുറിച്ചോർത്ത് നല്ലൊരു നമോഭാഗം അർപ്പിക്കുന്നു. ആ AK ബാലൻ പറഞ്ഞതാണ് സത്യം. നിങ്ങൾ പോരാടുന്നത് സ്വന്തം പാർട്ടി ചിഹ്നം നിലനിർത്താനാണ്, ദേശീയ പാർട്ടി എന്ന പദവി കിട്ടാനാണ്. ഞങ്ങൾ പോരാടുന്നത് അതല്ല. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പൂർവികന്മാർ ജീവത്യാഗം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യമുണ്ട്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ അതിന്റെ കടക്കിൽ കത്തിവെക്കുന്ന നരേന്ദ്രമോദി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന പൗരന് നൽകുന്ന മൗലികാവകാശങ്ങൾ കവർന്നെടുക്കുന്ന നരേന്ദ്രമോദി ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 6 തൊട്ട് 14 വരെയുള്ള ഓരോ ആർട്ടിക്കിളുകളും വിവക്ഷിക്കുന്ന ഈ രാജ്യത്തിലെ പൗരന് അവന് ലഭിക്കേണ്ട അവകാശങ്ങൾ, ആ അവകാശങ്ങൾ അവന് ഇഷ്ടപ്പെട്ട മതത്തെ വിശ്വസിക്കാൻ, ഇഷ്ടപ്പെട്ട ആചാരങ്ങൾ നടത്താൻ, ഇഷ്ടപ്പെട്ട ഭാഷ സംസാരിക്കാൻ, ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാൻ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ഈ രാജ്യത്ത് അവന് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ സ്വാതന്ത്ര്യം കവർന്നെടുക്കാൻ പോകുന്ന 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് അവസാനത്തെ തിരഞ്ഞെടുപ്പാവാതിരിക്കാൻ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യത്തിന്റെ 4 പില്ലറുകളായ ജുഡീഷ്യറി, അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അതുപോലെ ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടുള്ള മീഡിയ, ഈ 4ഉം ഇപ്പോൾ കൈയടക്കി വെച്ചുകൊണ്ട് പേടി ന്യൂസ് കൊണ്ട് ഇവിടെ ജനങ്ങളെ മുഴുവൻ വരിഞ്ഞു മുറുക്കി ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന നരേന്ദ്രമോദിയുടെ കൈകളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെടുത്തരുത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് നിങ്ങളുടെ വോട്ടുകൾ ഓരോന്നും ഈ CAA-ക്കെതിരെയുള്ള പോരാട്ട ഭൂമിയിൽ നമുക്ക് പ്രയോഗിക്കാനുള്ള അമ്പുകളാണ്. ആ അമ്പുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയേ പറ്റൂ. അതിനിടയിൽ കിടന്ന് തായം കളിക്കുന്ന ഇത്തരം പിണറായി വിജയന്മാർക്കും അതിന് ചൂട്ടുപിടിക്കുന്ന ഇവിടുത്തെ കുറച്ച് ഏമ്പോക്കി കമ്മ്യൂണിസ്റ്റുകാർക്കും അടിയറ വെക്കാനല്ല ഈ തെരഞ്ഞെടുപ്പ്. നമുക്ക് പിണറായി വിജയനല്ല നമ്മുടെ നേതാവ്, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്കുള്ള പ്രത്യേകത ഏവന്റെ മുഖത്ത് നോക്കിയും എരം ചൂണ്ടി സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്ന നേതാവാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ കൈക്കുള്ളിൽ ഇട്ട് അമ്മാനമാടാൻ കഴിവുള്ള നേതാവാണ്. ഒരു കോർപ്പറേറ്റ് ഭീമന്റെ മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്നത്. ആ രാഹുൽ ഗാന്ധിക്കൊപ്പം നമുക്ക് കൈകോർക്കാം ഈ രാജ്യത്തെ രക്ഷിക്കാൻ. നമുക്ക് ഇവിടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടയുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിക്ക് കരുത്തു പകരാം എന്ന് മാത്രം പറയുന്നു. ജയ് ഹിന്ദ്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ മലപ്പുറം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VV പ്രകാശ് നയിക്കുന്ന ലോങ് മാർച്ച് ഫെബ്രുവരി 3 മുതൽ 13 വരെ, വഴിക്കടവ് മുതൽ പൊന്നാനി വരെ. കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലാകമാനം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ സമരങ്ങളുടെ നാൾവഴികളിലൂടെ മോദി ഗവൺമെന്റ് seems to have no compulsion when it comes to shutting down people's voices and implement legislations which do not seem to be acceptable. ये देश एक है, आप देश को जवाब दीजिए. നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും മുഖത്ത് നോക്കി ഗർജിക്കുകയായിരുന്നു കോൺഗ്രസ് MP-മാരായ ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, ആദിർ രഞ്ജൻ ചൌധരി, ഡോക്ടർ ശശി തരൂർ, P. ചിദംബരം, മനു അഭിഷേക് സിംഗ്വി, ഗൗരവ് ഗൊഗോയ് തുടങ്ങിയവരെല്ലാം. ആരാണ് നിങ്ങളെ ഭയക്കുന്നത്? ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും നിങ്ങളെ ഭയമില്ല, ഞാനും ഭയക്കുന്നില്ല. ഇന്ത്യയെ 2 ദിനോസറുകൾ ഭരിക്കുന്ന ജുറാസിക് റിപ്പബ്ലിക്കാക്കി മാറ്റരുത് എന്ന് രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മുഖത്ത് നോക്കി ശ്രീ കപിൽ സിബൽ നടത്തിയ പ്രസംഗത്തിന്റെ തീപ്പൊരിയിൽ നിന്നാണ് രാജ്യവ്യാപകമായി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. കോൺഗ്രസ് ഒരു കാലത്തും ഈ പൗരത്വ നിയമത്തെ അനുകൂലിക്കില്ല, NRC നടപ്പാക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭമായി മുന്നോട്ട് പോകും. ഞങ്ങളുടെ 14-ാം തീയതി ദില്ലി രാംലീല മൈതാനിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷങ്ങളെ അണിനിരത്തി ഭരണഘടന സംരക്ഷിക്കാനായി മഹാപ്രക്ഷോഭമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. UP-യിലെ യോഗി സർക്കാരിന്റെ പോലീസ് പലയിടത്തും തടഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാത്രമാണ് കൊല്ലപ്പെട്ട സമരക്കാരുടെ വീട്ടിൽ ആശ്വാസമായി പാഞ്ഞു ചെന്നത്. -ഡിഗ്രിയിൽ തണുത്തുറഞ്ഞ രാത്രികളിൽ വന്ധ്യവയോധികയായ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. എല്ലാ മുഖ്യമന്ത്രിമാരും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച്
പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തകരും ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ കുത്തിയിരുന്ന് സമരം ചെയ്തു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ABVP ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ കൊടുങ്കാറ്റുപോലെ പാഞ്ഞെത്തിയത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു. ജനലക്ഷങ്ങളെ അണിനിരത്തി അസമിൽ 1500 കിലോമീറ്റർ പദയാത്രയാണ് കോൺഗ്രസ് നടത്തിയത്. രാഹുൽ ഗാന്ധി അഭിസംബോധനം ചെയ്തു. അസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഖമറുൽ ഇസ്ലാം ചൌധരിയെയും NSU വൈസ് പ്രസിഡന്റ് സുബൈർ അനത്തെയും BJP സർക്കാർ രാജ്യദ്രോഹം ചുമത്തി ഇപ്പോഴും തടവറയിലിട്ടിരിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതി പാസായ അന്നു മുതൽ ഇന്നുവരെ ദില്ലിയിലെ തെരുവീഥികളെ ദിനരാത്രങ്ങളിൽ സമരഭൂമിയാക്കി മാറ്റിയത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ BV ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള നിരവധി തവണ പോലീസുകാരാൽ ക്രൂരമർദ്ദനത്തിനിരയായി, നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അമിത്ഷായുടെ വസതിയിലേക്ക് വരെ മാർച്ച് നടത്തി. കോൺഗ്രസ് ജന്മദിനമായ ഡിസംബർ 28-ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളും മുഖ്യമന്ത്രിമാരായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, അശോക് ഗെഹ്ലോട്ട്, V നാരായണസ്വാമി, കമൽനാഥ്, ഭൂപേഷ് ഭാഗൽ എന്നിവരൊക്കെ റാലികൾ നയിച്ചു. UP-യിലും ബീഹാറിലും ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ കൂട്ടി ഇമ്രാൻ പ്രതാപ് എന്ന യുവ നേതാവ് എല്ലാ ദിവസവും സമരം നയിക്കുന്നു. മുതിർന്ന നേതാവ് സൽമാൻ ഖുർഷിദ് മുന്നിലുണ്ട്. ബീഹാറിൽ MLA ഷക്കീൽ അഹമ്മദ് 10,000-ങ്ങളെ സംഘടിപ്പിച്ച് പരിപാടി നടത്തുന്നു. കർണാടകയിൽ വൻ പ്രക്ഷോഭമാണ് കോൺഗ്രസ് നടത്തിയത്. മുൻ മന്ത്രി UT ഖാദർ MLA-യെ രാജ്യദ്രോഹം ചുമത്തി ജയിലിലിട്ടു. മുൻ മംഗളൂരു മേയർ K അഷ്റഫിനെ പോലീസ് വെടിവെച്ചിട്ടു. മുൻ മോദിയുടെ തട്ടകമായ ഗുജറാത്തിൽ PCC പ്രസിഡന്റ് അശോക് താവ്ഡെയുടെയും 75 MLA-മാരുടെയും നേതൃത്വത്തിൽ വൻ റാലി നടന്നു. ജനുവരി 28-ന് ജയ്പൂരിൽ വീണ്ടും യുവ ആക്രോശ് റാലി നടത്തി. ലക്ഷങ്ങൾ ഒഴുകിയെത്തിയ റാലിയെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു. പഞ്ചാബ്, രാജസ്ഥാൻ നിയമസഭകൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കി. സുപ്രീം കോടതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരായ കപിൽ സിബലും അഭിഷേക് സിംഗ്വിയും തരുൺ ഗൊഗോയിയും നിരന്തര പോരാട്ടത്തിലാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സുപ്രീം കോടതിയിൽ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. പ്രതാപൻ MP-യും റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. സത്യത്തിൽ സർവകക്ഷി യോഗം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല നിയമസഭ പ്രമേയം പാസാക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല. നിയമസഭയിൽ പ്രമേയത്തിന് ആദ്യം നോട്ടീസ് നൽകിയത് VD സതീശൻ MLA. പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രമേയത്തെ തള്ളിപ്പറഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ 15 കോൺഗ്രസ് MP-മാരും സ്വന്തം മണ്ഡലത്തിൽ 1000-ങ്ങളെ അണിനിരത്തി പദയാത്ര നടത്തി. രാഹുൽ ഗാന്ധി മുതൽ രമ്യ ഹരിദാസ് വരെയുള്ള ലോക്സഭാംഗങ്ങൾ വൻ ആവേശത്തോടെയാണ് പദയാത്രകൾ നയിച്ചത്. PT തോമസ് മുതൽ KS ശബരിനാഥ് വരെയുള്ള MLA-മാരും സ്വന്തം മണ്ഡലങ്ങളിൽ പദയാത്രയിലാണ്. 14 DCC അധ്യക്ഷരും ജില്ല മുഴുവൻ ആഴ്ചകൾ നീളുന്ന പദയാത്രകൾ നടത്തുന്നു. MPCC-യും എല്ലാ DCC-കളും നിരവധി പരിപാടികൾ നടത്തിക്കഴിഞ്ഞു. UDF-ന്റെ പരിപാടികൾ വേറെയും. പല ഘട്ടങ്ങളിലായി പരിപാടികൾ നടത്തുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെല്ലാം ഇപ്പോൾ ജില്ലകൾ മുഴുവൻ കാൽനടയായി മാർച്ച് നടത്തുകയാണ്. ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നിരന്തര പരിപാടികൾ വേറെയും. KPCC സംസ്കാര സാഹിതിയുടെ കേരള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 11-ന് കോഴിക്കോട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തി KSU-വിന്റെ ഭരണഘടനാ സംരക്ഷണ റാലി നടക്കും. വയനാട് ലോക്സഭാ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രക്ഷോഭ റാലിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ 100-ലേറെ മണ്ഡലം കമ്മിറ്റികൾ, 32 ബ്ലോക്ക് കമ്മിറ്റികൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചർച്ചകൾ പാർലമെന്റിൽ നടക്കുന്ന ഡിസംബർ 9 മുതൽ തന്നെ വിവിധ പ്രക്ഷോഭ പരിപാടികളുമായി തെരുവുകളിലുണ്ട്. പോഷക സംഘടനകളും വളരെ സജീവമായി സമര പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ്. ജില്ലയിലാകമാനം ഇത്തരത്തിൽ പ്രാദേശിക ഘടകങ്ങൾ തന്നെ 1000-ഓളം പരിപാടികൾ നടത്തിക്കഴിഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പുതുവർഷ തലേന്ന്
ഡിസംബർ 31-ന് 4 മണിക്ക് ആരംഭിച്ച ഇന്ത്യ എന്റെ രാജ്യമാണ്. പുതുവത്സര ദിനത്തിൽ ജനുവരി 1-ന് 4 മണി വരെ നീണ്ട ഇന്ത്യക്കാരും ഏകദിന ഉപവാസം ജില്ലാ എന്റെ കോൺഗ്രസ് സഹോദരി കമ്മിറ്റി സഹോദരന്മാരാണ്. Who has given him the license to decide who is Indian and who is not Indian? I know I am Indian. I don't have to prove it to anybody. Nathuram Godse, Narendra Modi, they believe in the same ideology. പരിപാടികളുടെയൊക്കെ തുടർച്ചയായാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV പ്രകാശിന്റെ നേതൃത്വത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. തമിഴ്നാട് കേരളം സംസ്ഥാന അതിർത്തിയിലെ അവസാന പഞ്ചായത്തായ വഴിക്കടവിൽ നിന്നാരംഭിക്കുന്ന പദയാത്ര തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തി നിയോജക മണ്ഡലമായ പൊന്നാനി വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്.